ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇന്നിവിടെ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അന്നേരം കൊഞ്ചിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് കൊഞ്ചുതീയലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടപ്പ് വെച്ച് അരമുറി തേങ്ങ തിരിങ്ങിയതാണേ ഇതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചിലരൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഗ്യാസിന് നല്ലതാണ്. ഞാൻ പക്ഷേ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ തേങ്ങയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരപ്പിന് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മറന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചിരുന്ന ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി കൂടെ ഒന്ന് വേവട്ടെ. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഇരുന്ന് കൊഞ്ച് വേവും. കൊഞ്ചിന് വേവാൻ ഒരുപാട് സമയം ആവശ്യമില്ല, 5 മിനിറ്റ് മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുളിയും ഉപ്പും ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് തുറന്നു വെച്ച് തന്നെ അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിനി ഇതിലേക്ക് വളരെ കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ തുറന്നു വെച്ച്
അരപ്പൊക്കെ കുറുകി ഒന്ന് സെറ്റാവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഇതിനകത്ത് ഗരം മസാല പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.